നമസ്കാരം. മുല്ലപ്പെരിയാർ വിഷയം വലിയ രീതിയിൽ ചർച്ചയാകുകയാണ്. തമിഴ്നാട് കേരളത്തിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നില്ല, തമിഴ്നാട് കേരളത്തെ കൊല ചെയ്യുന്നു എന്നുള്ള രീതിയിലൊക്കെ തന്നെ അഭിപ്രായങ്ങളൊക്കെ വരുന്നൊരു സാഹചര്യമാണ്. ഈ ഒരു സാഹചര്യത്തിൽ മുല്ലപ്പെരിയാർ വിഷയവുമായി ബന്ധപ്പെട്ട നിർണായക തീരുമാനമെടുത്ത് രംഗത്തെത്തുകയാണ് തമിഴ്നാട് സർക്കാർ. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ തമിഴ്നാട് പൊതുമരാമത്ത് വകുപ്പ് ചീഫ് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ സംഘം പരിശോധന നടത്തുന്നു എന്നതാണ് വിവരം. പൊതുമരാമത്ത് മധുര റീജിയണൽ ചീഫ് എഞ്ചിനീയർ എസ് രമേശിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന നടത്തിയത്. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് അണക്കെട്ടിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നാൽ സ്വീകരിക്കേണ്ടുന്ന മുൻകരുതലുകൾ നടപടികൾ പരിശോധിക്കുന്നതിനും തമിഴ്നാട്ടിലെ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്നതാണ് വിവരം. റൂൾ കർവ് പ്രകാരം അണക്കെട്ടിൽ ഇപ്പോൾ 138 അടി വെള്ളം സംഭരിക്കാൻ കഴിയുന്നുണ്ട്. 131 അടിയാണ് അണക്കെട്ടിൽ നിലവിലുള്ള ജലനിരപ്പ്. അണക്കെട്ടിന്റെ കെട്ടുറപ്പിനെ സംബന്ധിച്ച സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി തന്നെ ചർച്ചകൾ പ്രചരിക്കുന്ന ഒരു സാഹചര്യമാണ്. അണക്കെട്ട് പൊട്ടുമെന്ന തരത്തിലുള്ള പ്രചാരണങ്ങളാണ് ഇവയിലേറെയും ഉള്ളത്. എന്നാൽ ഇത്തരം ആരോപണങ്ങൾക്കൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ അധികൃതർ പറയുന്നത്. പുതിയ ഡാം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് കുറഞ്ഞത് 1400 കോടി രൂപ വേണ്ടിവരുമെന്ന് ജലസേചന വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ഇപ്പോഴുള്ള അണക്കെട്ടിൽ നിന്ന് 366 മീറ്റർ താഴെയാണ് പുതിയ ഡാമിനായി കേരളം സ്ഥലം കണ്ടെത്തിയിരിക്കുന്നത്. പദ്ധതിയുടെ വിശദ പ്രൊജക്ട് റിപ്പോർട്ടിന്റെ കരട് തയ്യാറായി കഴിഞ്ഞു. അന്തിമ റിപ്പോർട്ട് ഈ മാസം അവസാനം സർക്കാരിനും കൈമാറുമെന്നാണ് വിവരം. രണ്ടാം തവണയാണ് സംസ്ഥാന സർക്കാർ DPR തയ്യാറാക്കി മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഒരു അണക്കെട്ട്, പുതിയതായ ഒരു അണക്കെട്ട് നിർമ്മിക്കാൻ തയ്യാറെടുക്കുന്നത് എന്നതും വസ്തുത. 2011 ആദ്യ റിപ്പോർട്ടിൽ ചെലവ് 600 കോടിയായിരുന്നു കണക്കാക്കിയെങ്കിൽ ഇപ്പോഴത് 1400 കോടിയിലേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും തമിഴ്നാട് അനുമതി നൽകിയാൽ 5 മുതൽ 8 വരെ കൊല്ലം കൊണ്ട് ഈ ഡാം നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് പോകുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ തമിഴ്നാട് കൂടെ മുല്ലപ്പെരിയാർ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകളൊക്കെ നടത്തുന്നത്. എന്തായാലും മുല്ലപ്പെരിയാർ വിഷയം, അത് മുല്ലപ്പെരിയാർ എന്ന അണക്കെട്ട് പൊട്ടുമോ ഇല്ലയോ എന്ന ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ടെങ്കിൽ പോലും അത് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ നാട് തന്നെ ഇല്ലാതാകും എന്നതിൽ യാതൊരു സംശയവും വേണ്ട. കാരണം മുല്ലപ്പെരിയാറിന്റെ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് നമുക്കറിയാം മറ്റ് അണക്കെട്ടുകളെക്കാൾ എത്രയോ 10 മടങ്ങ് ശക്തിയുള്ള, എത്രയോ 10 മടങ്ങ് ഭാരമുള്ള കല്ലുകൾ കൊണ്ട്, അതും പാറക്കല്ലുകൾ കൊണ്ടാണ്. പാറക്കല്ല് എത്ര നാൾ വേണമെങ്കിലും വെള്ളത്തിൽ മുങ്ങിക്കിടന്നാൽ ഒരു പ്രശ്നവുമില്ലാതെ നിൽക്കും എന്നത് കൊണ്ട് തന്നെയാണ് ഇതുപോലെ ഗുരുത്വാകർഷണ ബലം കൂടുതലുള്ള പാറക്കല്ല് മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊട്ടുകയാണെങ്കിൽ ഈ അണക്കെട്ട് നിർമ്മിക്കാൻ ഉപയോഗിച്ച കാര്യങ്ങൾ ഉൾപ്പെടെ ഇത്രയോളം വർഷത്തിൽ മുല്ലപ്പെരിയാറിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന ചളി ഉൾപ്പെടെ ഒരുമിച്ചാണ് വരിക. അത് കടലിലേക്ക് പോയി കടലിൽ നിന്ന് അതിനേക്കാൾ വലിയ ശക്തമായിട്ടുള്ള, കൃത്യമായി പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 2-3 വീടിന് പൊക്കത്തിലുള്ള നിലയിലായിരിക്കും ഒരു പക്ഷേ സുനാമിയൊക്കെ ഉണ്ടാകുക ഇത് പൊട്ടുകയാണെങ്കിൽ മാത്രം. അപ്പോൾ എന്തായാലും മുല്ലപ്പെരിയാർ വിഷയം ഇപ്പോൾ കൂടുതൽ ചർച്ചയാകുന്നത് കൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ പ്രതികരണമായി സംസ്ഥാന സർക്കാരും എല്ലാം രംഗത്തേക്ക് വരുന്നുണ്ട്. സർക്കാർ പറയുന്നത് പേടിക്കാനൊന്നുമില്ല, മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊട്ടില്ല, അതിനു വേണ്ടുന്ന നടപടികളൊക്കെ സ്വീകരിക്കാം എന്നുള്ള രീതിയിൽ തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്തായാലും ആശങ്ക വേണ്ട. എങ്കിൽ പോലും നമ്മൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടുന്നത് അനിവാര്യം തന്നെയാണ്.